അടിപൊളിയാണ്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നു. ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മക്രോണിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ഡെലീഷ്യസും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ചിക്കൻ, അതുപോലെ തന്നെ 2.25 കപ്പ് മക്രോണി ഷെൽസ്, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, സവോള, വറ്റൽമുളക്, പച്ചമുളക്, കാശ്മീരി ചില്ലി അതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈ മക്രോണി ഷെല്ല് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായി ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് 6 ടേബിൾ സ്പൂൺ സോയാ സോസ്, 5 ടീസ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 30 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.25 കപ്പ് എടുത്തു വെച്ചിരിക്കുന്ന മക്രോണി ഷെല്ല് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം മക്രോണി ഷെല്ലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുകയില്ല. മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കോരിയെടുക്കാം. ചിക്കൻ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട പാടെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട. അല്പം ഒന്ന് വെന്ത് ഫ്രൈ ആയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു വശം പകുതി വേവാകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവും. അന്നേരം നമ്മളൊന്ന് ഒരു 10 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ച ശേഷം നമ്മളത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ മറ്റു ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റുന്ന കുറച്ച് സാധനം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി സവോള, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. ചിക്കൻ കോരി വെച്ച ശേഷം വഴറ്റിയാണ് സവോളയും പച്ചമുളകും എല്ലാം നമ്മൾ വഴറ്റിയ ശേഷം ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പം ഞങ്ങൾ ചെയ്തെടുക്കുന്നത് ചിക്കനിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവോള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. അതുപോലെ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ്. ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരല്പം സവോളയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് പോകേണ്ട, സവോള ഒന്ന് വാടി കിട്ടിയാൽ മതി. പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ സവോള എല്ലാം കൂടെ പേസ്റ്റല്ല നമ്മൾ ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. സവോളയും പച്ചമുളകും ഒക്കെ ഏകദേശം ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചോപ്പ് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുത്തു.
ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചോപ്പ് ചെയ്താണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ 7 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച മാക്രോണി ഷെല്ലും ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മക്കളെ ഒന്ന് വിളിക്കാം. മക്കൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാ. ബാ ഇതാ മരിയ മോളെ, ചൂടൊക്കെ ഉണ്ട്, നോക്കണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ആ സോസിൻ്റെ മല്ലിയിലയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അമ്മ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നും ഉണ്ടാക്കി തരുമായിരുന്നു. ഈ ചിക്കനാണ് അതിൻ്റെ രുചി. അടിപൊളിയാണ്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നു. സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.